നമസ്കാരം. പ്രദർശനത്തിലേക്ക് സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പ്രദർശനത്തിൽ ഇന്ന് 2025 ഉത്രട്ടാ നക്ഷത്രത്തിൻ്റെ പൊതുഫലങ്ങളാണ് വിവരിക്കുന്നത്. ശുക്രൻ്റെ ഉച്ചസ്ഥാനമായ മീനം രാശിയിലാണ് ഉത്രട്ടാ നക്ഷത്രം കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കലാമേഖലയിൽ തിളങ്ങുന്നവരായിരിക്കും ഈ നാളുകാർ. നല്ല സന്താന ഗുണമുള്ള ഉത്രട്ടാ നക്ഷത്രക്കാർ സ്വന്തം പ്രയത്നം കൊണ്ട് ഉയർച്ചയിലെത്തുന്നവരും നല്ല കുടുംബസ്നേഹികളുമായിരിക്കും. തുടങ്ങി വെച്ച കാര്യം ഏത് വിധേനയും പൂർത്തിയാക്കുന്ന ഈ നാളുകാർ ഔദ്യോഗിക രംഗത്ത് ശോഭിക്കുന്നവരും സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തു ചെയ്യുവാൻ തയ്യാറുള്ളവരുമാണ്. എന്നാൽ ആരോടെങ്കിലും പിണങ്ങിയാൽ പിന്നെ ഇവർ ഇണങ്ങാൻ തയ്യാറാകില്ല. അത് ഇവരുടെ ഒരു പ്രത്യേകതയാണ്. എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുന്ന ഇവർ ആർക്കും ഉപദ്രവമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരുമല്ല. ഏത് ദുർഘട സാഹചര്യത്തിലും സമചിത്തതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ ഉത്രട്ടാനാളുകാർക്ക് ഒരു പ്രത്യേക കഴിവുണ്ടായിരിക്കും. സാഹിത്യരചനയിലും ലളിതകലകളിലും ഇവർക്ക് കഴിവുണ്ടായിരിക്കും. മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ ലഭിക്കുവാൻ സാധ്യതയുള്ള ഉത്രട്ടാ നക്ഷത്രക്കാർ വിവാഹശേഷം പലപ്പോഴും സ്വദേശത്ത് നിന്നും അകന്നു കഴിയുന്നവരുമായിരിക്കും. 2025 വർഷാരംഭത്തിൽ 7.5 ശനി കാലമാണ് ഉത്രട്ടാ നാളുകാർക്ക്. വർഷത്തിൻ്റെ മധ്യം വരെ ശനി 12ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. വ്യാഴം 3ാം ഭാവത്തിൽ നിൽക്കുന്നു. ഈശ്വരാധീനം പൊതുവെ കുറഞ്ഞിരിക്കുന്ന സമയമാണ്. കർമ്മമേഖലയിലെ പ്രശ്നങ്ങൾക്കൊക്കെ വൈകി മാത്രമേ പരിഹാരം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. പല കാര്യങ്ങളും പൂർത്തിയാക്കുന്നതിന് കാലതാമസം നേരിടും. പ്രതീക്ഷിക്കുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും ഇവർക്ക് പൂർത്തീകരിക്കാൻ സാധിക്കില്ല. പലവിധത്തിലുമുള്ള എതിർപ്പുകളെയും മത്സരങ്ങളെയും ഏർപ്പെടുന്ന എല്ലാ രംഗങ്ങളിലും നേരിടേണ്ടി വരുന്നതാണ്. തൊഴിൽ രംഗത്ത് ശത്രുക്കൾ വർദ്ധിക്കുന്നതാണ്. എങ്കിലും തങ്ങളുടെ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തി മുന്നോട്ട് പോകാനുള്ള സാമർഥ്യം ഇവർക്കുള്ളതിനാൽ പ്രശ്നങ്ങളെയൊക്കെ മറികടന്ന് ഇവർ മുന്നേറുന്നതാണ്. മാർച്ച് അവസാനത്തോടെ ശനി ഇവരുടെ ജന്മരാശിയിലേക്ക് വരുന്നതിനാൽ പണച്ചെലവ് വർദ്ധിക്കുന്നതാണ്. മാനസികമായ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഏറിവരും. ജന്മരാശിയിൽ ശനി സഞ്ചരിക്കുന്നതിനാൽ മനസ്സിന് സ്വസ്ഥത കുറവുണ്ടാവുകയും പലവിധത്തിലുമുള്ള അലോസരങ്ങൾ അനുഭവപ്പെടുന്നതുമാണ്. പലവിധ പ്രശ്നങ്ങളിലും ചെന്ന് ചാടുന്ന സാഹചര്യമുണ്ടാകും. എങ്കിലും പലപ്പോഴും വേണ്ടപ്പെട്ടവരുടെയൊക്കെ സഹായം എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകും. പുതിയ പല സംരംഭങ്ങളും തുടങ്ങി കുറിക്കുവാൻ 2025 സാധിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ഈ വർഷം ആഗ്രഹിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് സാധ്യതയുണ്ട്. കൂട്ടു ബിസിനസ്സിൽ നഷ്ടങ്ങൾ വന്നു ചേരും. കടം വാങ്ങിയ പണം കൃത്യസമയത്ത് തിരികെ കൊടുക്കുവാൻ സാധിച്ചെന്ന് വരികയില്ല. കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനായി ഇവർക്ക് കഠിനാധ്വാനം വേണ്ടി വരുന്നതാണ്. പലപ്പോഴും ഇവർക്ക് സഹപ്രവർത്തകർ നിമിത്തം പലവിധത്തിലുമുള്ള പ്രശ്നങ്ങളും നേരിടേണ്ടി വരും. എങ്കിലും കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിർത്തി പോകുന്നതിന് സാധിക്കും. പുതിയ പുതിയ ചികിത്സാ രീതികളിലൂടെ ദീർഘകാലമായി അലട്ടിക്കൊണ്ടിരുന്ന രോഗങ്ങളിൽ നിന്ന് മോചനം നേടുന്നതിന് സാധിക്കും. മെയ് മാസത്തിലെ വ്യാഴത്തിൻ്റെയും രാഹുവിൻ്റെയും രാശിമാറ്റത്തിലൂടെ മാനസികമായ ബുദ്ധിമുട്ടുകളും അസ്വസ്ഥതകളും കുറഞ്ഞു വരുന്നതാണ്. സാമ്പത്തികമായ നേട്ടങ്ങളുണ്ടാകും. വിദേശത്ത് തൊഴിലിനായി പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതിനുള്ള അവസരമുണ്ടാകുന്നതാണ്. തൊഴിൽ രംഗത്ത് പലപ്പോഴും കടുത്ത മത്സരം നേരിടേണ്ടി വരും.
ഭൂമി കൈമാറ്റത്തിലൂടെ ധനം നഷ്ടം വന്നേക്കാം. കർമ്മരംഗത്തെ ഉത്തരവാദിത്തങ്ങളും ചുമതലകളും വർദ്ധിക്കും. വിദ്യാർത്ഥികൾക്ക് വർഷമധ്യത്തോടെ ഉപരിപഠനം സാധ്യമാകും. അതുപോലെ തന്നെ വസ്തു, വീട് എന്നിവ സ്വന്തമാക്കാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. കൂട്ടുകച്ചവടക്കാരുമായുള്ള പ്രശ്നങ്ങൾ ചിലപ്പോൾ കോടതി ഇടപെടലുകളിലേക്ക് നീങ്ങുന്ന സാഹചര്യം വരെ ഉണ്ടായേക്കാം. കുടുംബസ്വത്തിൻ്റെ ക്രയവിക്രയം ഈ വർഷം സാധ്യമാകും. സാമ്പത്തിക ചെലവുകൾ വർദ്ധിക്കുമെങ്കിലും ലോണുകളും മറ്റും തിരിച്ചടയ്ക്കാൻ സാധിക്കുന്നതാണ്. വീടിനടുത്തേക്ക് ജോലി മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം അതിനുള്ള സാധ്യതയുണ്ട്. ജീവിത പങ്കാളിക്കും മാതാവിനും രോഗങ്ങൾ പിടിപെടുകയും ആശുപത്രിവാസം വേണ്ടി വരികയും ചെയ്യും. പല വിവാഹ നിശ്ചയങ്ങളും ഈ വർഷം നടക്കുന്നതാണ്. അതുപോലെ തന്നെ ദാനധർമ്മങ്ങൾക്കായൊക്കെ പണം ചെലവഴിക്കും. വാക്കിൽ മിതത്വം പാലിച്ചു പോകാത്ത പക്ഷം അത് ചിലപ്പോൾ മറ്റുള്ളവരുമായുള്ള അഭിപ്രായ ഭിന്നതകൾക്ക് വഴിവെക്കും. തുടങ്ങിവെച്ച ഗൃഹനിർമ്മാണം ഈ വർഷം ഏറെക്കുറെ പൂർത്തീകരിക്കുന്നതിന് സാധിക്കും. ഉത്രട്ടാതി നക്ഷത്രക്കാർ സൂര്യൻ, ചൊവ്വ, കേതു എന്നീ ഗ്രഹങ്ങളുടെ ദശാകാലങ്ങളിൽ ദോഷപരിഹാര കർമ്മങ്ങൾ വേണ്ടവിധം അനുഷ്ഠിക്കേണ്ടതാണ്. നക്ഷത്രനാഥനായ ശനിയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ നിത്യവും അനുഷ്ഠിക്കുക വഴി ദോഷങ്ങളൊക്കെ അകന്ന് മനഃശാന്തി ലഭിക്കും. ഉത്രട്ടാതി നക്ഷത്രവും രാശാധിപനായ വ്യാഴവും ഒത്തുവരുന്ന ദിവസങ്ങളിൽ വിഷ്ണു ക്ഷേത്രങ്ങൾ തൊഴുത് പ്രാർത്ഥിക്കുന്നത് ഉത്തമമായി പറയുന്നു. ശനിയാഴ്ചകളിൽ വ്രതം നോക്കുന്നതിലൂടെയും അന്നദാനം നടത്തുന്നതിലൂടെയും ദോഷങ്ങൾ അകലുകയും ഐശ്വര്യവർദ്ധനമുണ്ടാകുന്നതുമാണ്. കൂടാതെ ഇവർക്ക് പ്രതികൂലമായി പറയുന്ന നാളുകാരുമായുള്ള കൊടുക്കൽ വാങ്ങലുകളും വിവാഹം പോലെയുള്ള ബന്ധങ്ങളും മറ്റ് സാമ്പത്തിക ഇടപാടുകളുമൊക്കെ ഒഴിവാക്കുകയും പ്രതികൂല നക്ഷത്ര ദിവസങ്ങളിൽ പുതിയ ബിസിനസ് സംരംഭങ്ങളും മറ്റും തുടങ്ങാതിരിക്കുകയും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അടുത്ത നക്ഷത്രവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.